ക്രിസ്മസ് ഒക്കെ അല്ലേ, നല്ലൊരു പ്ലം കേക്ക് മുറിച്ചാലോ? അല്ലെങ്കിലും പ്ലം കേക്ക് ഇല്ലാണ്ട് എന്ത് ക്രിസ്മസ് അല്ലേ? ഈ ഒരു ബ്രാൻഡിന്റെ പ്ലം കേക്ക് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മിക്കവാറും നമ്മളെല്ലാവരും വാങ്ങിക്കുക എലൈറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല ബ്രാൻഡ്സിന്റെ ഒക്കെ ആയിരിക്കും. ഇതിന്റെ പേര് ആൻഡ് സെലിബ്രേറ്റ് എന്നാണ് കേട്ടോ. ഒരു 3 വർഷം മുന്നേ ഉള്ള ക്രിസ്മസ് വരെ എല്ലാ വർഷവും എൻ്റെ വീട്ടിലൊരു അതിഥിയായിരുന്നു കേട്ടോ. ക്രിസ്മസ് സമയത്ത് ഈ ഒരു ആൻസിന്റെ പ്ലം കേക്ക് ഇത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിരുന്നത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള ഗീത ആൻറ്റി ആയിരുന്നു കേട്ടോ. എല്ലാ വർഷവും ഒരു മുടക്കവും ഇല്ലാണ്ട് ആൻറ്റി ഈ ഒരു കേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുമായിരുന്നു. 2022 നവംബറിലാണ് ഞാൻ ന്യൂസിലൻഡിലേക്ക് വരുന്നത്. ആ വർഷത്തെ ക്രിസ്മസിന് ആൻറ്റി വീട്ടിലെ കേക്ക് കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വർഷം ആൻറ്റിയുടെ കേക്ക് എനിക്ക് കിട്ടിയില്ല എന്ന്. അപ്പൊ ആൻറ്റി വളരെ തമാശയ്ക്ക് പറഞ്ഞിരുന്നു, നീ വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം ക്രിസ്മസിന് ആൻറ്റി ഈ ഒരു കേക്കും കൊണ്ട് ഇങ്ങോട്ട് വരും എന്ന്. പക്ഷേ ആൻറ്റിയെ കാണാനുള്ള ഭാഗ്യം എനിക്ക് പിന്നീട് ഉണ്ടായില്ല കേട്ടോ. കാരണം പിറ്റത്തെ വർഷം സെപ്റ്റംബറിൽ ആൻറ്റി ഞങ്ങളെ എല്ലാവരെയും വിട്ടു പിരിഞ്ഞ് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ ഒരു ആൻസിന്റെ പ്ലം കേക്ക് ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല കേട്ടോ. കഴിഞ്ഞ 2 വർഷവും ക്രിസ്മസ് സമയത്ത് അമ്മ പറയായിരുന്നു, ഈ വർഷവും ഗീത ചേച്ചിയുടെ പ്ലം കേക്ക് ഇല്ല, അത് വല്ലാത്തൊരു മിസ്സിങ് തന്നെയാണെന്ന്. ഈ ഒരു കേക്ക് കഴിക്കുന്ന സന്തോഷത്തിനേക്കാളും കൂടുതൽ നമുക്കൊരു സാന്റാക്ലോസ് പോലെയായിരുന്നു ആൻറ്റി. എല്ലാ വർഷവും കേക്കുമായിട്ട് വരുന്ന ഒരു സന്തോഷമുള്ള സാന്റാക്ലോസ്. കഴിഞ്ഞ ആഴ്ച ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോളേന്റെ കടയിൽ പോയപ്പോഴാണ് ഒരു കൂട്ടം എലൈറ്റിന്റെ കേക്കുകൾക്കിടയിൽ ഈ ഒരു ആൻസിന്റെ പ്ലം കേക്ക് കണ്ടത്. ഓടിച്ചെന്ന് ഞാൻ ഇത് എടുക്കുക കേട്ടോ ചെയ്തത്. കാരണം ഇത് കണ്ട ഉടനെ എനിക്ക് ഗീതാന്റെ വല്ലാണ്ട് ഓർമ്മ വരികയും മിസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കേക്ക് ഒരു സാധാരണ പ്ലം കേക്ക് തന്നെയാണ് കേട്ടോ. പക്ഷെ നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് അത്യാവശ്യം നല്ല മധുരമൊക്കെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ മോയ്സ്ചേർഡ് ആയിട്ടുള്ള നല്ലൊരു പ്ലം കേക്കാണ് കേട്ടോ. ചില ആളുകളുടെയൊക്കെ വേർപാട് നമുക്ക് മറവിക്ക് പോലും മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് സത്യമാണ്. അങ്ങനെ ഒരാൾ തന്നെയായിരുന്നു കേട്ടോ ഗീതാൻറ്റി. ജീവിച്ചിരുന്നു എന്നുള്ളതിന് വലിയൊരു സിഗ്നേച്ചർ ഇട്ടിട്ടാണ് പുള്ളിക്കാരി കടന്നുപോയത്. അപ്പം ശരി, അത്രയേ ഉള്ളൂ. പിന്നെ കാണാട്ടോ.